ഹായ് വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. +2 തുല്യതാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ക്ലാസ്സാണ്. +2 തുല്യതാ പരീക്ഷയുടെ മെറ്റീരിയലാണ്, ഹിസ്റ്ററിയുടെ മെറ്റീരിയലാണ് നിങ്ങൾ കാണുന്നത്. അതിലെ ഒന്നാമത്തെ പാഠം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ പാഠത്തിലെ കിങ്സ്, ഫാമേഴ്സ് ആൻഡ് ടൗൺ, രാജാക്കന്മാർ, കർഷകർ, നഗരങ്ങൾ എന്നുള്ള ഈ പാഠത്തിൻ്റെ അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തല്ല, ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ വായിച്ചാൽ മതി. നമ്മുടെ മെറ്റീരിയൽ അനുസരിച്ച് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, വീഡിയോ ക്ലാസ് ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക. ഈ ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള മെറ്റീരിയലിൽ നിന്നാണ് ഏറ്റവും ക്രിസ്പി ആയിട്ടുള്ള നോട്ട് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതുതന്നെ ധാരാളമാണ്. അപ്പോൾ നേരിട്ട് നമുക്ക് ആ നോട്ട് കണ്ടിട്ട് ആ നോട്ട് വെച്ചിട്ടുള്ള ക്ലാസ്സിലേക്ക് പോകാം. ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു പാഠം തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് തന്നെ ധാരാളമാണ്. അത് നന്നായിട്ട് വീഡിയോ കണ്ട് അതിന് ശേഷം ടെക്സ്റ്റ് ഒന്നും കൂടി വായിച്ചാൽ നിങ്ങൾക്ക് ആ പാഠം ക്ലിയർ ആവും. അപ്പോൾ നേരിട്ട് നമുക്ക് നമ്മുടെ നോട്ട്സ് വെച്ചിട്ടുള്ള ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ നോട്ട്സ്. അപ്പോൾ ഈ നോട്ട്സ് വെച്ചിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തെ പ്രമേയം, രണ്ടാമത്തെ തീം, രണ്ടാമത്തെ യൂണിറ്റ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും മഗധയുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കുമായിട്ടുള്ള കാരണങ്ങൾ ഈ പാഠത്തിൽ പഠിക്കുന്ന ഭാഗങ്ങൾ, ഈ നോട്ട്സ് വെച്ച് പഠിക്കുന്ന ഭാഗങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് നോക്കാം. മഗധയുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കുമുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മഗധ ആ പ്രദേശം എന്നുള്ളത് സമ്പുഷ്ടമായിട്ടുള്ള, ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കൃഷിയുടെ വളർച്ചയ്ക്ക് സഹായിച്ചു. അത് സർപ്ലസ്, മിച്ചോൽപാദനത്തിന് കാരണമായി എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാരണമാണ് ഇരുമ്പ് ഖനികൾ സ്വന്തമായിട്ടുണ്ടായിരുന്നു. ആ പ്രദേശത്ത് അവർക്ക് ധാരാളം ഇരുമ്പ് ഖനികൾ ഉണ്ടായിരുന്നു. അത് ആയുധങ്ങളും അതുപോലെ തന്നെ ഉപകരണങ്ങൾ, കൃഷി ആയുധങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ആയുധങ്ങൾ, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാനും കൃഷി ഉപകരണങ്ങൾ ഉണ്ടാക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്ന്. ദെൻ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മഗധയിലെ വനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അവിടുത്തെ ആനകളെ ഉപയോഗിച്ച് സൈന്യത്തിലെ ശക്തി വർദ്ധിപ്പിച്ചു. അവിടെ ധാരാളം വനങ്ങളുണ്ടായിരുന്നു. വനത്തിൽ ധാരാളം ആനകളുണ്ടായിരുന്നു. ആനകളെ ഉപയോഗിച്ച് ആനപ്പടകളെ ഉണ്ടാക്കി അതിൽ സൈന്യ ശക്തി ഉണ്ടാക്കാൻ സാധിച്ചു. ആനകൾ എന്ന് പറഞ്ഞാൽ ഏത് ചതുപ്പിലും അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ ഒരു സൈന്യത്തിന് മുതൽക്കൂട്ടാണ്. അതിലൂടെ നടന്ന് പട നയിക്കാൻ മുതൽക്കൂട്ടാണ്. പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു സൈന്യത്തിൻ്റെ ശക്തിയായിട്ടുണ്ടായത്. ദെൻ നാലാമത്തെ, ഗംഗയും അതിൻ്റെ പോഷക നദികളും യാത്രാ സൗകര്യത്തിനും ചരക്ക് നീക്കങ്ങൾക്കും സഹായകമായി എന്നുള്ളതാണ് നാലാമത്തെ പോയിൻ്റ്. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ദെൻ അഞ്ചാമത്തെ, മഗധയുടെ തലസ്ഥാനങ്ങളായിട്ടുള്ള രാജ്യഗൃഹവും പാടലിപുത്രവും തന്ത്രപ്രധാനമായിട്ടുള്ള ഭൂപ്രദേശമായിരുന്നു. ഇത് രാജ്യസുരക്ഷയ്ക്ക് വലിയ സഹായകമായി. അപ്പോൾ ഈ 5 പോയിൻറ്റ്സ് നോക്കുക. ഇത് 4 മാർക്കിന് ചോദിക്കാറുണ്ട്. മഗധയുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും കാരണങ്ങൾ എന്തെല്ലാം വിശദീകരിക്കുക എന്നുള്ളത് ചോദ്യം കാണുന്നുണ്ട്. ദെൻ അശോകൻ്റെ ധർമ്മനയം അല്ലെങ്കിൽ ദമ്മാസ് ഓഫ് അശോകാസ് എന്ന് ചോദിക്കാറുണ്ട്. അശോകധമ്മ എന്നാണ് ഇതിനെ അറിയപ്പെട്ടിട്ടുള്ളത്. ഇതൊരു മതവിശ്വാസമോ അനുഷ്ഠാനമോ അല്ല, മറിച്ച് ഇതൊരു വേ ഓഫ് ലൈഫാണ്, ജീവിതചര്യയാണ്. സഹിഷ്ണുത, അഹിംസ, പ്രജാക്ഷേമം എന്നിവയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. അപ്പോൾ അശോകയുടെ നയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ സഹിഷ്ണുത, ടോളറൻസ്, അതുപോലെ തന്നെ അഹിംസ, നോൺ വയലൻസ്, പ്രജാക്ഷേമം, വെൽഫെയർ ഓഫ് പീപ്പിൾ. ഇതായിരുന്നു അശോകയുടെ ധർമ്മനയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. ദെൻ മാതാപിതാക്കൾ, അധ്യാപകർ, മുതിർന്നവർ എന്നിവരെ ബഹുമാനിക്കുക. ബ്രാഹ്മണരോടും തപസ്സികളോടും അഗതികളോടും ദയ കാണിക്കുക. അതുപോലെ തന്നെ അടിമകളോടും പരിചാരകളോടും ദയയോടെ പെരുമാറുക. മറ്റുള്ളവരുടെ മതങ്ങളോട് ആദരവ് കാണിക്കുക. ജീവനുള്ള ഒന്നിനെയും കൊല്ലുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യാതിരിക്കുക. ഇതൊക്കെയായിരുന്നു അശോകയുടെ ധർമ്മനയത്തിൽപ്പെട്ട പ്രധാനപ്പെട്ടത്. അപ്പോൾ എന്താണ് അശോകയുടെ ധർമ്മനയം എന്ന് ചോദിക്കാറുണ്ട്. അതൊരു ജീവിതചര്യയാണ്, ഒരു മതമോ അനുഷ്ഠാനമോ ഒന്നുമല്ല, അതൊരു ജീവിതചര്യയാണ്. അത് സഹിഷ്ണുത, അഹിംസ, പ്രജാക്ഷേമം എന്നിവയാണ് ഇതിൻ്റെ അടിസ്ഥാനം. മാതാപിതാക്കൾ, അധ്യാപകർ, മുതിർന്നവർ എന്നിവരെ ബഹുമാനിക്കുകയും ബ്രാഹ്മണരോടും തപസ്സികളോടും അഗതികളോടും ദയ കാണിക്കുക. അതുപോലെ തന്നെ അടിമകളോടും പരിചാരകരോടും ദയ കാണിക്കുക. മറ്റുള്ള മതങ്ങളോട് ആദരവ് കാണിക്കുക. ഇതൊക്കെയാണ് ഇതിലുള്ള അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി മൗര്യൻ എംപേഴ്സ് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ പരമ്പരയാണ്.
മൗര്യന്മാരുടെ ഭരണ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതിനുള്ള സ്രോതസ്സുകൾ കൗടില്യയുടെ അർത്ഥശാസ്ത്രത്തിൽ നിന്നും അതുപോലെ തന്നെ മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക എന്ന ബുക്കിൽ നിന്നും വിശാഖദത്തൻ്റെ മുദ്ര രാക്ഷസം, ബുദ്ധജൈന ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ ആ കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള നാണയങ്ങൾ, കൊത്തുലിഖിതങ്ങൾ, ശില്പങ്ങൾ, ഇതിൽ നിന്നൊക്കെയാണ് മൗര്യ ഭരണ സമ്പ്രദായത്തെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. കേന്ദ്രഭരണം. മൗര്യ ഭരണത്തിലെ രാജാവായിരുന്നു പരമാധികാരിയായിട്ടുള്ളത്. ഭരണത്തിൻ്റെയും സൈന്യത്തിൻ്റെയും നിയമവ്യവസ്ഥയുടെയും അവസാന വാക്ക് രാജാവായിരുന്നു. രാജാവിനെ സഹായിക്കാൻ മന്ത്രിപരിഷത്ത് എന്ന ഉപദേശക സമിതി ഉണ്ടായിരുന്നു. ശക്തമായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥ സംവിധാനം, അതുപോലെ മികച്ച ധ്യാന സമ്പ്രദായം മൗര്യ സാമ്രാജ്യത്തിൽ നിലവിലുണ്ടായിരുന്നു എന്നാണ്. ദെൻ പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ, പ്രാദേശിക ഭരണം, പ്രവിശ്യ ഭരണം. രാജ്യത്ത് 4 പ്രവിശ്യകളായിട്ട് 4 പ്രോവിൻസുകളായിട്ട് വിഭജിച്ചു. ഒരു വൈസ്രോയുടെയോ ഗവർണറുടെയോ ഭരണത്തിന് കീഴിലാക്കി. അതിനൊക്കെ ഓരോ വൈസ്രോയോ അല്ലെങ്കിൽ ഗവർണറോ ഉണ്ടായിരിക്കും. പ്രവിശ്യകളെ ജില്ലകളായിട്ട് തരംതിരിച്ചു. ജില്ലാ തലവൻ സ്ഥാനിക എന്നറിയപ്പെടുന്നു. അത് വൺ വേർഡ് ചോദിക്കും. മൗര്യന്മാരുടെ ജില്ലാ തലവന്മാരെ അറിയപ്പെടുന്ന പേരെന്താണെന്ന്. ഏറ്റവും ചെറിയ ഭരണഘടകമായിരുന്നു ഗ്രാമമായിരുന്നു. ഗ്രാമികായിരുന്നു അവിടുത്തെ തലവനെ. ഓക്കെ. നഗരഭരണം നിർവഹിച്ചത് കൗൺസിലായിരുന്നു. ഇന്നത്തെ പോലെ തന്നെയാണ്. സൈന്യത്തിന് 6 വിഭാഗങ്ങൾ ഉൾപ്പെട്ടിരുന്നു. ഏകോപിപ്പിക്കാൻ 6 ഉപസമിതികളുണ്ടായിരുന്നു. നീതിന്യായം, അതുപോലെ തന്നെ നീതിന്യായ വിഷയം കൈകാര്യം ചെയ്യാൻ ഔദ്യോഗിക കോടതികൾ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ഥാപിക്കുക. വധശിക്ഷ ഉണ്ടായിരുന്നു. പരമാധികാരി സോവറിൻ പവർ രാജാവിനായിരുന്നു. ദെൻ പ്രയാഗ പ്രശസ്തി എന്നുള്ള സമുദ്രഗുപ്തൻ്റെ കാലത്തെ പ്രയാഗ പ്രശസ്തി അലഹബാദ് സ്തംഭലിഖിതം എന്ന പേരിൽ അറിയപ്പെട്ടു. രാജാക്കന്മാരെക്കുറിച്ചും അല്ലെങ്കിൽ ശാസനങ്ങൾ അനുശാസിക്കുന്നതായിട്ടുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സമുദ്രഗുപ്തൻ്റെ കാലത്തെ പ്രയാഗ പ്രശസ്തി അലഹബാദ് സ്തംഭലിഖിതം എന്ന് അറിയപ്പെടുന്നു. കവിയായ അരിസേനനാണ് ഇത് രചിച്ചിട്ടുള്ളത്. സമുദ്രഗുപ്തൻ്റെ സൈനിക നേട്ടത്തെക്കുറിച്ചാണ് ഇത് കൊത്തിവെക്കപ്പെട്ടിട്ടുള്ളത്. ദെൻ വാട്ട് ഈസ് എപ്പിഗ്രാഫിക് ആൻഡ് ന്യൂമിസ്മാറ്റിക്? ലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എപ്പിഗ്രാഫി എന്നുള്ളത്. വൺ വേർഡ് ക്വസ്റ്റ്യൻ കാണാറുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കാൻ, റെഗുലർ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നതാണ്. ലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. നാണയത്തെക്കുറിച്ചുള്ള പഠനമാണ് നാണയശാസ്ത്ര പഠനം അഥവാ ന്യൂമിസ്മാറ്റിക്. ആദ്യമായി സ്വർണ്ണ നാണയം ഇറക്കിയത് കുഷാനന്മാരായിരുന്നു. പേരുകളും ചിത്രങ്ങളും പതിപ്പിച്ച നാണയങ്ങൾ ആദ്യമായിട്ട് ഇറക്കിയത് ഇന്തോ ഗ്രീക്കന്മാരായിരുന്നു. കൊത്തുലിഖിതങ്ങളുടെ പരിമിതികൾ. അക്ഷരങ്ങൾ മങ്ങിയ നിലയിലാണ്. അക്ഷരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാവും. പല ലിഖിതങ്ങളും വായിക്കാനോ വിവർത്തനം ചെയ്യാനോ സാധിച്ചിട്ടില്ല. ശരിയായ അർത്ഥം സന്ദർഭത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പ്രയാസമാണ്. അപ്പോൾ കൊത്തുലിഖിതങ്ങൾ, പഴയകാലത്ത് കൊത്തുലിഖിതങ്ങളുണ്ട്. രാജാക്കന്മാരെക്കുറിച്ചും രാജാക്കന്മാരുടെ ശാസനയെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും ലിഖിതത്തിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണോ ചോദിക്കുന്നത്. ഇവരുടെ അക്ഷരങ്ങൾ മങ്ങിയ നിലയിലാണ്. ദെൻ അതുപോലെ തന്നെ അക്ഷരങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ടാവും. ചില ലിഖിതങ്ങളെ വായിക്കാനോ വിവർത്തനം ചെയ്യാനോ സാധിച്ചിട്ടില്ല. ശരിയായ അർത്ഥം സന്ദർഭത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പ്രയാസമാണ്. ഇതൊക്കെയാണ് ലിഖിതങ്ങൾക്കുള്ള പ്രധാനങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് നോക്കിയതിന് ശേഷം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ആ പാഠം ക്ലിയർ ആവും. എന്തെങ്കിലും സംശയം വീഡിയോക്ക് താഴെ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഈ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള നമ്പർ വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയക്കുക. 95 62 654 789. താങ്ക് യു.